മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും ജയസൂര്യയും ഒക്കെ ബോക്സ് ഓഫീസിൽ പോരാടിയ ഒരു വിഷു സീസൺ. ആ ഒരു വിഷു കാലഘട്ടത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2008 വിഷു കാലഘട്ടം. ആ വിഷുവിനോടനുബന്ധിച്ചിട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ എത്തിയൊരു സിനിമ എന്ന് പറയുന്നത് മാർച്ച് അവസാനം എത്തിയ ലാൽ ജോസ് ദിലീപ് കൂട്ടുകെട്ടിന്റെ മുല്ല. മുല്ല സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകത. കാരണം നമുക്കറിയാം, ലാൽ ജോസ് ദിലീപ് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ മീശമാധവൻ എന്ന് പറയുന്നത് ഒരൊറ്റ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ മാത്രം മതി പ്രേക്ഷകർക്ക് പ്രതീക്ഷ അർപ്പിക്കാനായിട്ട്. പക്ഷെ അവരുടെ അതല്ലാത്ത പരാജയ സിനിമകളുണ്ട്. രസികൻ എന്നുള്ള സിനിമ അവരുടെ പരാജയമാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അത്ര വലിയ ഒരു വിജയമല്ല. ചാന്തുവോട്ട് എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മിക്സഡ് രീതിയിലാണ് പലപ്പോഴും ദിലീപ് ലാൽ ജോസ് കൂട്ടുകെട്ടിന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ്. എന്തായാലും ചാന്തുപൊട്ട് കഴിഞ്ഞിട്ട് അവരൊന്നിച്ച ഒരു സിനിമ എന്ന രീതിയിൽ ഭയങ്കര ഹൈപ്പായിരുന്നു. പുതുമുഖ നായിക മീര നന്ദൻ വരുന്നു. അന്ന് മീര ജാസ്മിനി ആയിരുന്നു അന്ന് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ആ കഥാപാത്രമായിട്ട്, നായികയായിട്ട്. ലാൽ ജോസിന്റെ ഒരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് കൽക്കട്ട ന്യൂസിന്റെ ലൊക്കേഷനിൽ പോയിട്ട് ദിലീപിനോടും മീര ജാസ്മിനോടൊക്കെ കഥ പറയുന്നു. പക്ഷെ മീര ജാസ്മിന് ആ കഥയൊന്നും മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പിന്നെ സിനിമ ചെയ്യേണ്ട, കഥ മനസ്സിലാവാത്ത ഒരാൾ സിനിമ ചെയ്യണ്ടല്ലോ എന്ന രീതിയിൽ അന്ന് മാറ്റിയിട്ടാണ് പുതുമുഖ നായിക. അന്ന് മീര നന്ദൻ ഒരു ആങ്കറായിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്നു. ആളുകളുടെ ഇടയിൽ ഒരു പരിചിതമായ മുഖമായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാസ്റ്റ് ചെയ്തത്. ഒരുപാട് പേരുണ്ട്. ബിജു മേനോൻ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ബിജു മേനോനും ദിലീപും കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് അങ്ങനെ അവർ ഒരുമിച്ച് ത്രൂഔട്ട് വരുന്നത്. ജോജു അതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. സുധീർ കരമനയുണ്ട് സിനിമയിൽ. അങ്ങനെ കുറെ നല്ല രസമായിട്ട് വിദ്യാസാഗറിന് നല്ല സോങ്സ് ആണ്. എന്തായാലും മുല്ല ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സോങ്സ് ഹിറ്റായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ടി വിയിലൊക്കെ അതിന്റെ സോങ്സ് ഒക്കെ കാണിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ എനിക്കൊണ്ട് വിഷുവിന് ഒരാഴ്ച മുമ്പ്, ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആ ഒരു സമയത്താണ് ഇന്നത്തെ ചിന്താ വിഷയം. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട്. അതിനു മുമ്പ് 2006 രസന്ത്രം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു ഗ്യാപ്പിന് ശേഷം അവർ ഒന്നിച്ചു. അത് സൂപ്പർ ഹിറ്റായി. ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി. എനിക്കൊണ്ട് 2006 ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞ് പിന്നെ രസന്ത്രമായിരുന്നു തുൽപൂലാനായിരുന്നു എന്ന് എനിക്ക് എക്സാക്ട് ഓർമ്മയില്ലെങ്കിലും രസന്ത്രം വൻ വിജയം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2007 ദിലീപിന് വെച്ച് ഭാഗ്യദേവത ചെയ്തു. അത് കേട്ടാണ് വീണ്ടും ഇന്നത്തെ ചിന്താവിഷ്ടം ചെയ്യുന്നത്. ഇന്നത്തെ ചിന്താവിഷ്ടത്തിൽ ഒരുപാട് പേരുണ്ട്. ഇന്നസെന്റ് ഒരു ത്രൂഔട്ട് റോളുണ്ട്. മീര ജാസ്മിൻ, സത്യനന്ദിക്കാടിന്റെ ഒരു ഭാഗ്യനായിക എന്നൊക്കെ പറയാം, മീര ജാസ്മിൻ അഭിനയിക്കുന്നു. പിന്നെ മുകേഷ്, മോഹിനി, സുകന്യ, അശോകൻ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ണൻ തമ്പി. അന്ന് അൻവർ റഷീദ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്ന് മലയാളത്തിൽ ഒരു ഇന്നിപ്പോ ഒരു തരുൺമൂർത്തി എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞ ഒരു സിനിമകളുടെ സ്റ്റൈലല്ല പറഞ്ഞ, ഒരു ബോക്സ് ഓഫീസിൽ ഇപ്പൊ തരുൺമൂർത്തി തുടരും കഴിഞ്ഞ് തരുൺമൂർത്തിക്ക് കിട്ടിയ ഒരു മൈലേജ് അതുപോലെയായിരുന്നു അന്ന്. രാജമാണിക്യവും അതുപോലെ തന്നെ ചോട്ട മുംബൈയൊക്കെ കഴിഞ്ഞ് അൻവർ റഷീദ് എന്ന് പറഞ്ഞ അണ്ണൻ തമ്പിക്ക് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വൈഡ് റിലീസുകളിൽ ഒന്നായിരുന്നു അണ്ണൻ തമ്പിക്ക്. പ്രത്യേകിച്ച് അൻവർ റഷീദിന്റെ ഒരു സിനിമയ്ക്കും എനിക്കൊണ്ട് ചോട്ട മുംബൈക്കാട്ടും കൂടുതൽ ഒരു വൈഡ് റിലീസൊക്കെ അണ്ണൻ തമ്പിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി ഡബിൾ റോൾ ചെയ്യുന്നു. നമുക്ക് അണ്ണൻ തമ്പി ഒരു പക്ക ഒരു മസാല ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് നോക്കി ഒരു ഗ്യാപ്പിന് ശേഷം ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്യുന്നു. അന്ന് ജയസൂര്യ നായകനായിട്ട് അഭിനയിക്കുന്നു. അന്നൊക്കെ ഒരു ജയസൂര്യ എനിക്ക് ആ ഒരു വർഷമൊക്കെ കുറേ സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു സമയമാണ്. 2006 ക്ലാസ്മേറ്റ്സിന് ശേഷമാണ് ജയസൂര്യ പിന്നെ നായകനായിട്ടൊക്കെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു തുടങ്ങിയത്. ചങ്ങാതി പൂച്ച, അത് കഴിഞ്ഞ് പിന്നെ നായകനായിട്ടും വില്ലനായിട്ടും സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചോക്ലേറ്റ്സിൽ സഹനടന്റെ റോള് ചെയ്തു. സഹനടൻ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് അങ്ങനെ പറയാം. പിന്നെ കങ്കാരൂല് വില്ലൻ വേഷം ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2008 ഇപ്പൊ കുറേ സിനിമകൾ 2008-2009 ജയസൂര്യ ചെയ്യുന്നു. പിന്നെ 2009 ഇവർ വിവാഹിതരായാലും സിനിമയാണ് ജയസൂര്യയുടെ ആദ്യത്തെ ഒരു നായകനായിട്ടുള്ള ഒരു സോളോ ഹിറ്റ് കിട്ടുന്നതും ഒരു സ്റ്റാർ വാല്യൂ കൂടുന്നതൊക്കെ ഇവർ വിവാഹിതരായാലാണ്. എന്തായാലും 2008 കുറേ സിനിമകൾ ചെയ്തിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു ബാലചന്ദ്ര മേനോൻ. ഭയങ്കര ന്യൂസ് വാല്യൂ ആയിരുന്നു. കാരണം ബാലചന്ദ്ര മേനോൻ ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നു എന്ന രീതിയിൽ ഇത്രയും സിനിമകളാണ് ആ ഒരു വിഷുവിനോടനുബന്ധിച്ചിട്ട് തിയേറ്ററിൽ. ഇതിൽ വിഷു തൂക്കിയത് അണ്ണൻ തമ്പി തന്നെയാണ്. അന്ന് 2020 ആ വർഷം 2008 ഏറ്റവും വലിയൊരു ഗ്രോസർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു 2020. 2020 ശേഷം ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ് കിട്ടിയ സിനിമയായിരുന്നു അണ്ണൻ തമ്പി. പിന്നെ ഇന്നത്തെ ചിന്താവിഷയം ആക്ച്വലി എക്സാക്ട്ലി അതിൻ്റെ ഒരു കണക്ക് എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം അത്യാവശ്യം കളക്ഷൻ ആ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അതായത് ആ സിനിമ നഷ്ടമല്ല എന്ന രീതിയിലാണ്
പിന്നെ ഞാൻ അതിന് 2010 ഏതോ ഒരു ആർട്ടിക്കിളൊക്കെ അന്ന് വായിച്ച ഓർമ്മയുണ്ട്. അന്ന് കുറച്ച് മോഹൻലാലിന്റെ കുറച്ച് പരാജയപ്പെട്ട സിനിമകളിൽ അതായത് വിജയിച്ച സിനിമകൾ വളരെ കുറച്ചേ മോഹൻലാലിന് ആ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്താലുള്ളൂ. അതിലൊന്ന് മാടമ്പിയാണ്. അങ്ങനെ കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ പരാജയപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിലാണ് ഇന്നത്തെ ചിന്താവിഷയം എഴുതുന്നത്. പക്ഷെ ആ സിനിമ നഷ്ടമല്ല. അതിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാതാവ്. അദ്ദേഹത്തിന്റെ ലാഭമായിരുന്നു ഒരു രീതിയിലൊക്കെ പിന്നെയും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എക്സാക്ട്ലി കണക്ക് എനിക്കറിയില്ല. എങ്കിൽ പോലും അണ്ണൻ തമ്പി ആയിരുന്നു അന്നത്തെ വിഷു വിന്നർ. പിന്നെ മുല്ല. മുല്ല അന്ന് തിയേറ്ററിൽ നല്ല ഇനീഷ്യലും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ അന്ന് അതൊരു ചെറിയൊരു നിരാശയായിരുന്നു. വിചാരിച്ച പോലെ ഒരു മീശ മാധവൻ അല്ലെങ്കിൽ ഒരു ചാന്തുപൊട്ടോ ഒന്നും പോലെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അന്ന് ആളുകൾ. പ്രത്യേകിച്ച് അതിന്റെ ഒരു ക്ലൈമാക്സും സെക്കൻഡ് ഹാഫും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കണ്ടവർക്കറിയാം. പിന്നെ ദിലീപ് ഭയങ്കര ഒരു സീരിയസ് റോളാണ്, ഒരു ഹ്യൂമർ റോളല്ല ദിലീപ് ചെയ്തത്. എങ്കിലും എനിക്കോട് മുല്ലയും അന്ന് നഷ്ടം വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് എക്സാക്ട്ലി കണക്ക് അറിയില്ല. എങ്കിലും അങ്ങനെ വലിയൊരു നഷ്ടമല്ല. ഒരു രസികനൊന്നും പോലെ അങ്ങനെ ഒരു നഷ്ടത്തിലേക്കൊന്നും എന്തായാലും മുല്ല പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ദേ ഇങ്ങോട്ട് നോക്കി നല്ല ഫ്ലോപ്പ് ആയിരുന്നു ആ സിനിമയെ കുറിച്ച്. പിന്നെ കുറേ വിവാദങ്ങളൊക്കെ പല രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും അണ്ണൻ തമ്പി അന്ന് വീണ്ടും മമ്മൂട്ടിയുടെ ഒരു പ്രതാപകാലം 2007 മായാവി ഒക്കെ പോലത്തെ ഒരു ഹിറ്റൊക്കെ പോലെ 2008 മമ്മൂട്ടിക്ക് അങ്ങനെ വലിയൊരു ഹിറ്റ് കിട്ടിയതായിരുന്നു അണ്ണൻ തമ്പി. ഇത് കഴിഞ്ഞ് മെയ് മാസമായി കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് പച്ചമരത്തണലിൽ സുരേഷ് കുമാർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ലിയോ തദേവൂസ് എന്ന് പറയുന്ന അന്ന് ഭദ്രന്റെയും ജോഷിയുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തെ ശ്രീനിവാസിനെ, എനിക്ക് കൊണ്ട് അന്ന് ജയറാമിനെ വെച്ചാണ് സിനിമ അന്ന് ആലോചിച്ചിരുന്നത്. ജയറാമിൻ്റെ ഒരു ഡേറ്റ് ഇഷ്യൂ ഒക്കെ വന്നിട്ടാണ് ശ്രീനിവാസിലേക്ക് പോയത്. നല്ലൊരു സിനിമയായിരുന്നു. ഭയങ്കര ഒരു സീരിയസ് സിനിമയായിരുന്നു പച്ചമരത്തണല്. ആ ഒരു സിനിമയിൽ സുരാജ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണം. അതിൽ പത്മപ്രിയൊക്കെ ഉണ്ട് നായികയായിട്ട്, നാസറുണ്ട്, ലാലുണ്ട്. സുരാജ് അതിലൊരു നല്ലൊരു ഹ്യൂമർ ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. എനിക്ക് അന്ന് സുരാജിന്റെ ഒരു പ്രതാപകരമാണ്. സുരാജിനെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കുന്നത്. അതായത് അതിന് തൊട്ട് മുമ്പ് സലീംകുമാറിനായിരുന്നു അങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയത്. സലീംകുമാർ കഴിഞ്ഞ് സുരാജിനാണ് ആ ഒരു 2007 എനിക്കൊണ്ട് മായാവിക്ക് ശേഷം തന്നെയാണ് ശരിക്ക് സുരാജിന് അങ്ങനെ ഒരു എല്ലാ സിനിമയിലും സുരാജ് വരുന്നു. അന്ന് ഓടി നടന്ന് അഭിനയിക്കുന്ന ഒരു കാലം 2010, 12, 13 വരെ ഏകദേശം സുരാജ് തന്നെയായിരുന്നു. പിന്നീട് അജു വർഗീസ് വന്നു കഴിഞ്ഞപ്പോൾ അജു വർഗീസ് ഒക്കെ ആയിരുന്നു ആ ഒരു അങ്ങനത്തെ അത്തരം വേഷങ്ങളൊക്കെ ചെയ്തത്. എന്തായാലും സുരാജ് അന്ന് സ്ക്രീനിൽ വരുമ്പോൾ വലിയൊരു കയ്യടി എനിക്ക് നല്ലപോലെ. അതിലെ ക്യാരക്ടറുടെ പേര് എനിക്ക് തോന്നുന്നു ജോസ് എന്തോ ആയിരുന്നു. കാരണം അതിൽ ജോസ് സാർ എന്ന് സ്വയം അദ്ദേഹത്തെ സാർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു സീനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് തിയേറ്ററിൽ കണ്ടതാണ്. പിന്നീട് ഒരു തവണ എന്തോ ടി വിയിൽ വന്നപ്പോൾ കണ്ടതേ ഉള്ളൂ. എനിക്ക് എക്സാക്ട്ലി എൻ്റെ കഥയും മറ്റു കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പിന്നെ ജയസൂര്യയുടെ 2 സിനിമകൾ. അതിലൊന്ന് ജയസൂര്യ ആദ്യമായിട്ടൊരു പോലീസ് വേഷം ചെയ്യുന്ന VKPയുടെ പോസിറ്റീവ്. പിന്നെ ഷേക്സ്പിയർ എം എ മലയാളം. ഷേക്സ്പിയർ എം എ മലയാളം 2 ഡയറക്ടേഴ്സാണ്, ഷൈജു ഷാജി. അതിൽ റോമയുടെ നായകൻ കലാഭൻമണി ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ചെയ്തിട്ടുണ്ട് ഷേക്സ്പിയർ ആ ഒരു സിനിമയിൽ. ഇതിൽ പോസിറ്റീവും ഷേക്സ്പിയർ എം എ മലയാളം അന്ന് പോസിറ്റീവിൽ ജയസൂര്യ പക്ഷെ നന്നായി ചെയ്തു എന്നൊരു ഒപ്പീനിയൻ നിൽക്കുന്നത്. പക്ഷെ 2 സിനിമയും വന്ന് വലുതായിട്ടൊന്നും വിജയിച്ചില്ല തിയേറ്ററിൽ. ഷേക്സ്പിയർ എം എ മലയാളമാണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടിയും ഓടിയത്. ഇതേ ടീമിന്റെ തന്നെ ഷേക്സ്പിയർ എം എ മലയാളത്തിന്റെ ഡയറക്ടേഴ്സിൽ ഒരു ഡയറക്ടറായ ഷൈജു അന്തിക്കാണുമ്പോൾ അദ്ദേഹം പിന്നീട് 2009 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം ചെയ്തിട്ടുണ്ട്. എനിക്കൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം അന്ന് നിർമ്മാതാവിന് ലാഭമായിരുന്നു. തിയേറ്ററിൽ അങ്ങനെ ഭയങ്കര വിജയമല്ല, പക്ഷെ അന്ന് ഈ സാറ്റലൈറ്റിന്റെ ഒക്കെ ഭൂമുള്ളതുകൊണ്ട് ആ സിനിമയ്ക്കൊക്കെ ഒരു കച്ചവടം ഒക്കെ നടന്നിട്ടുണ്ട്. പച്ചമരത്തണലും ഇതുപോലെ തിയേറ്ററിൽ അങ്ങനെ വലിയൊരു വിജയമല്ല, പക്ഷെ ഈ സാറ്റലൈറ്റിന്റെ ഒക്കെ ഭൂമുള്ളത് കൊണ്ടും ഈ അതൊക്കെ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ട് ആ സിനിമകളൊക്കെ ഒന്ന് തിരക്കേടില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഈ ഒരു ഏപ്രിൽ മെയ് ആ ഒരു സമ്മർ സീസണിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വിന്നർ എന്ന് പറയുന്നത് അണ്ണൻ തമ്പി തന്നെയാണ്. മമ്മൂട്ടി തന്നെയാണ് ആ ഒരു വിഷുവും സമ്മറും ഒക്കെ തൂക്കിയത്.